നമസ്കാരം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ഉച്ചവാർത്തയിൽ ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ ക്രമക്കേടില്ലെന്ന് വിജിലൻസ് ഹൈക്കോടതിയിൽ. കേസ് അവസാനിപ്പിച്ചു കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. സർക്കാരുകൾ മാറി മാറി ഭരിക്കുന്നത് നാടിന്റെ പുരോഗതിയുടെ താളം തെറ്റിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ ഗാന്ധി എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ലെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി അഹങ്കാരത്തിന്റെ കൊടുമുടിയിലെന്ന് KC വേണുഗോപാൽ. വട്ടിയൂർക്കാവിൽ UDF പരാജയം ഉറപ്പിച്ചുവെന്ന് LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത്. K മുരളീധരൻ ഉന്നയിച്ച ഡീൽ ആരോപണം അതിന്റെ തെളിവാണെന്നും പ്രശാന്ത് അമൃത ന്യൂസിനോട്. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥി KM അഷ്റഫ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് 3 മണി വരെ. അധിക്ഷേപ പരാമർശത്തിനെതിരായ പ്രതിഭ MLAയുടെ പരാതിയിൽ കേസെടുക്കാൻ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. തെറ്റായ പ്രസ്താവന നടത്തൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുക്കും. പ്രതിഭയ്ക്കെതിരായ വ്യക്തിഹത്യ മനോവൈകൃതമെന്ന് മുഖ്യമന്ത്രി. പരാമർശം വെളിവാക്കുന്നത് UDFന്റെ സംസ്കാരമെന്ന് MV ഗോവിന്ദൻ. കൊച്ചി എടയാറിൽ വ്യവസായ മേഖലയിൽ തീപിടുത്തം. ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പൊള്ളലേറ്റു. ആന്ധ്രയിൽ സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് തീപിടുത്തം. 13 മരണം, 20 പേർക്ക് പരിക്ക്. അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇറ്റലിക്ക് ഇന്ന് നിർണായകം. വടക്കൻ അയർലൻഡിനോട് തോറ്റാൽ ഇറ്റലിക്ക് തുടർച്ചയായി 3ാമതും ലോകകപ്പ് നഷ്ടമാകും. മത്സരം രാത്രി 1:15-ന്. ബ്രസീൽ ഫ്രാൻസ് സൗഹൃദ പോരാട്ടവും ഇന്ന്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തയാളാണ് രാഹുൽ ഗാന്ധിയെന്നും ഇത്രമാത്രം അധപ്പതനം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിനുണ്ടാകുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. സർക്കാരുകൾ മാറി മാറി ഭരിക്കുന്നത് നാടിന്റെ പുരോഗതിയുടെ താളം തെറ്റിക്കുമെന്നും മുഖ്യമന്ത്രി. കേരളത്തിൽ UDF അനുകൂല തരംഗമെന്ന് KC വേണുഗോപാൽ. മുഖ്യമന്ത്രി അഹങ്കാരത്തിന്റെ കൊടുമുടിയിലാണെന്നും വീട്ടിൽ പോയി ചോദിക്കാൻ മുഖ്യമന്ത്രി പറയേണ്ട കാര്യമുണ്ടോ എന്നും KC വേണുഗോപാൽ ചോദിച്ചു. UDF അധികാരത്തിലെത്തിയാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകും. ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തും. അവയവമാറ്റ ശസ്ത്രക്രിയ സൗജന്യമാക്കും. 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും KC പറഞ്ഞു. കണ്ണൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കരീം ചേലേരിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. അവർ മത്സരിക്കുന്ന സീറ്റുകളും അവരുടെ സ്ഥാനാർത്ഥികളും എടുത്തു നോക്കണം. അതുപോലെ തന്നെ CPM നിർത്തിയ സ്ഥാനാർത്ഥികൾ എടുത്തു നോക്കണം. BJP നിർത്തിയ സ്ഥാനാർത്ഥികൾ എടുത്തു നോക്കണം. ഇത് ഞങ്ങൾ പറയുന്നില്ല, BJPയുടെ അണികൾ പറയുന്നുണ്ട്, CPMന്റെ അണികൾ പറയുന്നുണ്ട്. അവർക്ക് ജയസാധ്യതയുണ്ടെന്ന് അവർ വിചാരിക്കുന്ന സീറ്റുകളിൽ പോലും അവർ സീറ്റ് എടുക്കാതെ മറ്റു കക്ഷികൾക്ക് കൊടുത്തിരിക്കുകയാണ്, അവിടെ പ്രസക്തമല്ലാത്ത കക്ഷികൾക്ക്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇത് ഞങ്ങൾ വെറുതെ ആരോപണം പറയുന്നത്. ഇത് കുറെ നാളായിട്ടുണ്ട്. PMC എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒപ്പിട്ടത്? പാവപ്പെട്ട CPI മന്ത്രിമാരെ പോലും അറിയിക്കാതെ അവർ മന്ത്രിസഭയിൽ ചോദ്യം ചോദിക്കുമ്പോൾ PMCയിൽ ഒപ്പിട്ടതിനു വേണ്ടിയിട്ടായിരുന്നു. ലേബർ കോഡ് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ആദ്യം അതിന്റെ കരട് അംഗീകരിക്കാൻ എന്തിനാ കേരള ഗവൺമെന്റ് തയ്യാറായത്? അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് കേന്ദ്രീയ ഏജൻസികൾ കൊട്ടിഘോഷി അന്വേഷിക്കുന്ന ഒരു അന്വേഷണവും നടക്കുന്നില്ലല്ലോ കേരളത്തിൽ. അപ്പൊ ഇതൊരു ഒത്തുകളിയാണ്, പരസ്പരം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തുകളി. അത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ഡീല് ആവർത്തിച്ചു എന്നുള്ള സത്യമാണ്. ഇത് BJPയിലെയും CPMലെയും അണികൾക്ക് ദഹിക്കുന്നില്ല എന്നുള്ള വ്യക്തമാണ്. അവർ അംഗീകരിക്കുന്നല്ല ഇത്. വട്ടിയൂർക്കാവിൽ UDF പരാജയം ഉറപ്പിച്ചുവെന്ന് LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത്. K മുരളീധരൻ ഉന്നയിച്ച ഡീൽ ആരോപണം അതിന്റെ തെളിവാണെന്നും പ്രശാന്ത് അമൃത ന്യൂസിനോട് പറഞ്ഞു. വട്ടിയൂർക്കാവിൽ CPMനെതിരെ ഡീൽ ആരോപണം ഉന്നയിച്ച K മുരളീധരന് ശക്തമായ മറുപടിയാണ് VK പ്രശാന്ത് നൽകിയത്. ഒരു ഡീൽ ആരോപണം ആദ്യം ഉയർത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പത്രസമ്മേളനം നടത്തിയാണ്. നേമത്തും വട്ടിയൂർക്കാവിലും BJPയും കോൺഗ്രസും പരസ്പര ധാരണയുണ്ട് എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല, കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണ് പറഞ്ഞത്.
ഇപ്പോൾ ശ്രീ കെ മുരളീധരൻ തിരിച്ചു പറയുകയാണ്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വട്ടിയൂർക്കാവിൽ അദ്ദേഹം തന്നെ പ്രതീക്ഷ ഇല്ലാതായിരിക്കുന്നു. അദ്ദേഹം പരാജയം സമ്മതിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു ആരോപണം അദ്ദേഹം നടത്തിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. BJP കൗൺസിലർമാർ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നുവെന്ന ആരോപണത്തിന് മറുപടി ഇങ്ങനെ: അല്ല, ഞാൻ ഇപ്പം മേയറായിരുന്ന ആളാണ്. അപ്പോൾ അന്ന് 100 കൗൺസിലർമാർക്കും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് ചെയ്തത്. ഇപ്പോൾ MLA എന്ന നിലയിൽ എൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട മറ്റ് പാർട്ടികളിലെ കൗൺസിലർമാരുടെ വാർഡുകളിലും പരമാവധി വികസനം ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകളൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. അപ്പോൾ അത് ജനങ്ങളുമായിട്ടുള്ള ഡീലാണ്. തെരഞ്ഞെടുപ്പ് പര്യടനം അവസാന ലാപ്പിലേക്ക് എത്തിയതോടെ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. കവടിയാർ മേഖലയിലായിരുന്നു വട്ടിയൂർക്കാവിലെ LDF സ്ഥാനാർത്ഥി VK പ്രശാന്തിന്റെ ഭവന സന്ദർശനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന് 3 മണിവരെയാണ് പിൻവലിക്കാനുള്ള സമയം. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 985 സ്ഥാനാർത്ഥികളാണ് നിലവിലുള്ളത്. പ്രമുഖ മണ്ഡലങ്ങളിൽ പല പ്രമുഖ സ്ഥാനാർത്ഥികൾക്കും അപരന്മാരുടെ സാന്നിധ്യം ശക്തമാണ്. അപരന്മാരെ പരമാവധി അനുനയിപ്പിച്ചു പിന്തിരിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണികൾ. നിലവിലെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് മലപ്പുറത്തെ കൊണ്ടോട്ടി മണ്ഡലത്തിലാണ്. 17 പേരാണ് ഇവിടെ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി സംസ്ഥാനത്തെ ചിത്രം പൂർണ്ണമാകും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം പൂർണ്ണമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമേയുള്ളൂ. പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി 3 മണിയോടെ അവസാനിക്കാനിരിക്കെ പലയിടത്തും അപരന്മാരും വിമതരും പിൻവാങ്ങുന്നു. തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ കൊടും ചൂടിലും ഡീലാരോപണം വിട്ടൊഴിയുന്നില്ല. പ്രതിഭയ്ക്കെതിരായ ലീഗ് നേതാവിന്റെ പരാമർശം UDF-നെതിരായ മറ്റൊരു പ്രചാരണായുധമാക്കുകയാണ് ഇടതുപക്ഷം. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, ഈ നിയമസഭാ പോരാട്ടത്തിൽ അവസാനം ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ഇന്നറിയാൻ സാധിക്കും. ഏറ്റവും പ്രധാനം പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് പോലും അപരന്മാരുള്ളതാണ്. അതിനുള്ള അനുനയ ശ്രമങ്ങളുടെ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡീൽ ആരോപണത്തിൽ UDF ഉറച്ചു നിൽക്കുന്നു. ഒപ്പം ഈ പ്രതിഭയ്ക്കെതിരെയുള്ള അധിക്ഷേപ പരാമർശം കൂടുതൽ ശക്തമാക്കാനാണ് LDF-ന്റെ തീരുമാനം. അങ്ങനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും ഈ 3 മണിയോടുകൂടി വിഡ്രോ ചെയ്യുന്നതിന്, അതായത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിൻ്റെ സമയപരിധി ആകെ 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. പലയിടത്തും പ്രമുഖന്മാർക്കാണ് അപരന്മാരുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അപരന്മാരെ വലിയ രീതിയിൽ തന്നെ അനുനയിപ്പിച്ചവരെ പിന്മാറാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ്. ഏറെക്കുറെ പലയിടത്തുമൊക്കെ അപരന്മാരും വിമതരുമൊക്കെ ഏറെക്കുറെ വിട്ടൊഴിയുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മഞ്ചേശ്വരത്ത് KM അഷ്റഫ്, SDPI സ്ഥാനാർത്ഥിയായിരുന്ന KM അഷ്റഫ് പത്രിക പിൻവലിക്കുകയാണ്. അങ്ങനെ പലയിടത്തുമൊക്കെ ചില അനുനയ നീക്കങ്ങളൊക്കെ ഫലവത്താകുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 3 മണിക്ക് ഈ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കഴിയുമ്പോൾ 1-2 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്കൊരു ക്ലിയർ പിക്ചർ അറിയാൻ കഴിയും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിലൂടെയോ ഈ വിവരം പുറത്തു വരുമെന്ന് തന്നെ അറിയുന്നു. നിലവിൽ ഇപ്പോൾ നമുക്കറിയാം 985 സ്ഥാനാർത്ഥികളുള്ളത്. അതിൽ എത്ര പേർ പിൻവാങ്ങുന്നുവെന്ന് കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ തന്നെ ഈ മത്സരത്തിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് പുറത്തു വരുന്നു. ഒപ്പം തന്നെ ഈ കൊടും ചൂടും കൊടും വെയിലിനുള്ളിൽ തന്നെയും വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെയാണ് കൊഴുക്കുന്നത്. ആ പ്രചാരണത്തിലുടനീളം നേതാക്കൾക്കിടയിലെ വാക്പോരാണ് ഏറ്റവും അധികം ശക്തി പ്രാപിക്കുന്നത്. ഈ ഡീൽ ആരോപണം വിട്ടൊഴിയുന്നില്ല എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോഴും ശക്തമായി തന്നെ ഇന്നിപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഡീൽ ആരോപണമാണ്. ഈ കെ മുരളീധരൻ പറഞ്ഞത് രാത്രി BJP-ന്റെ കൗൺസിലർമാർ രാവിലെ മുതൽ RC ലേഖയ്ക്ക് വേണ്ടി വോട്ട് തേടിയിട്ട് രാത്രി അവർ VK പ്രശാന്തിന് വേണ്ടി വോട്ട് തേടുന്നു. അങ്ങനെ BJP CPM തന്നെ ശക്തമായ ഡീലാണ് ഇവിടെ വട്ടിയൂർക്കാവ് നടക്കുന്നതെന്ന് കെ മുരളീധരൻ ശക്തമാക്കി തന്നെ പറയുന്നു, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ ഒരു പരാജയ ഭീതിയാണ് എന്നും അസംബന്ധമാണ് എന്നും മറുഭാഗത്ത് NDA സ്ഥാനാർത്ഥി ഒപ്പം തന്നെ CPM സ്ഥാനാർത്ഥിയും പറയുന്നത്. അങ്ങനെ ആ ഡീൽ ആരോപണത്തിൽ കോൺഗ്രസ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട് എന്നത് ആവർത്തിച്ച് പറയുന്നു. അതിനെതിരെ കടുത്ത വിമർശനവും ശക്തമായ പ്രതിരോധവുമായാണ് BJP ആയാലും CPM ആയാലും മറുഭാഗത്ത് വരുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ ആകെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ 12-13 ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഈ വിഷയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അതിന് ഡീൽ തന്നെയാണ് ഏറ്റവും ശക്തമായി നിൽക്കുന്നത്. അതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടൊക്കെ സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കളൊക്കെ അങ്ങുമൊക്കെ പ്രതികരിക്കുന്നുണ്ടെങ്കിലും മെയിൻ സ്ട്രീമിൽ ഈ വിഷയം തന്നെയാണ് കത്തി നിൽക്കുന്നത്. ഒപ്പം ഇപ്പോൾ പ്രതിഭയ്ക്കെതിരായ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ വിമർശനം അത് വലിയ രീതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുക്കാൻ കളക്ടർക്ക് നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. അത് കേസായി മാറുന്നു. ആ ലീഗ് നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തിട്ടും CPM അത് UDF-നെതിരെ കോൺഗ്രസിനെതിരെ കാഞ്ഞടിക്കാനുള്ള ഒരു പ്രധാന വിഷയമാക്കി. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയെന്നോ അല്ലെങ്കിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ഇതാണോ നേതാക്കന്മാരുടെയൊക്കെ ഒരു വ്യക്തിഹത്യ എന്ന് പറയുന്നത്, ഇതാണോ അവരുടെയൊക്കെ ഒരു സംസ്കാരം എന്നൊക്കെ ഉയർത്തിക്കാട്ടി ഈ തെരഞ്ഞെടുപ്പിലുടനീളം അങ്ങനെ കോൺഗ്രസിനെതിരെ UDF-നെതിരെ ആഞ്ഞടിക്കുന്നുള്ള ഒരു മറ്റൊരു ആയുധം കൂടി CPM-ന് ലഭിച്ചിരിക്കുകയാണ് ഈ ഒരു വിഷയം. അതുകൊണ്ട് പ്രചാരണം അവസാനിക്കുന്നവരെ പ്രതിഭയ്ക്കെതിരെ നേരിട്ട ഈ വ്യക്തിഹത്യ അവർ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും എല്ലാ വിഷയങ്ങളും ഇതിനിടയ്ക്ക് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി
മന്ത്രി തർക്കവും ഒക്കെ തന്നെ ചർച്ച അത് അവസാനിച്ചെന്ന് പറയാൻ പറ്റില്ല. അത് പിന്നെയും തലപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അടൂർ പ്രകാശ് പ്രതികരിച്ചതൊക്കെ ഏറെ ശ്രദ്ധേയമാണ്. ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രിയാകാൻ പലർക്കുമൊക്കെ ആഗ്രഹം കാണും, പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആകാൻ കഴിയില്ല എന്ന രീതിയിൽ മുതിർന്ന നേതാക്കൾ തന്നെ ആ ചർച്ച അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന രീതിയിലുള്ള സൂചനകളാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയാണ് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നത്. എങ്കിൽ പോലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അത്തരം ചർച്ചകളൊക്കെ ഉണ്ടാകുന്നു. അതായത് ഇന്നീ ഒരു ഉച്ചവരെ ഈ പകൽ സമയത്ത് നമുക്ക് സമഗ്രമായി ഈ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തെ വിലയിരുത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ സൂക്ഷ്മ പരിശോധന അവസാനിക്കുമ്പോൾ ഒരു ചിത്രം അവസാനിക്കുന്നു. അതോടൊപ്പം തന്നെ നേതാക്കന്മാർ തമ്മിലുള്ള ശക്തമായ വാക്പോര് തന്നെയാണ് ഓരോ വിഷയത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം പൊടിപൊടിക്കുകയാണ്. ദേശീയ നേതാക്കളടക്കം സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മറ്റൊരു ഘട്ടത്തിലേക്ക്, അതായത് അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സമയം കൂടിയാണ്. ആരൊക്കെ മത്സരരംഗത്തുണ്ടാകുമെന്നുള്ളതും ഇന്നറിയാൻ സാധിക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫിൽ ഡിസൂസ. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ SDP സ്ഥാനാർത്ഥി KM അഷ്റഫ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തീരുമാനിച്ചു. UDF സമ്മർദ്ദത്തെ തുടർന്ന് SDP സംസ്ഥാന പ്രസിഡന്റ് ലത്തീഫുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പത്രിക പിൻവലിക്കുന്ന കാര്യം അറിയിച്ചത്. SDP നേതൃത്വം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പറഞ്ഞതിനാൽ പാർട്ടി ഭാരവാഹിത്വം രാജിവെക്കുന്നതായി KM അഷ്റഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജില്ലാ ഉത്തരവാദിത്തത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എന്റെ എല്ലാ പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്നും ഞാൻ രാജിവെച്ചിരിക്കുന്നു. അതിന്റെ കാരണമായി വന്നത് ബാക്കി കളക്ടറേറ്റിലേക്ക് പോകുന്നതോ എന്നെ മത്സരിക്കാൻ പറഞ്ഞതും പാർട്ടിയാണ്, ഇപ്പൊ വേറെ മറിച്ച് പറയുന്നതും പാർട്ടിയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുന്നു. അനൂപ്, ഈ KM അഷ്റഫിന്റെ പ്രതികരണം കണ്ടു കഴിഞ്ഞു. ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതോടെ SDP-യിൽ ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യതയാണോ കാണുന്നത്? എന്തൊക്കെ പറഞ്ഞാലും പിൻവലിച്ചതോടെ മഞ്ചേശ്വരത്ത് UDF-ന് വലിയ ഒരു ആശ്വാസം എന്ന് തന്നെ പറയേണ്ടി വരില്ലേ? അമ്പളി തീർച്ചയായിട്ടും UDF സംസ്ഥാന നേതൃത്വത്തിൻ്റെ, UDF-ന്റെ നേതാക്കളുടെ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ, ലീഗിൻ്റെ ഒക്കെ വലിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പത്രിക പിൻവലിക്കാനായി ഇവിടെ മഞ്ചേശ്വരത്തെ SDP സ്ഥാനാർത്ഥി KM അഷ്റഫ് കളക്ടറേറ്റിലേക്ക് പോയിരിക്കുന്നത്. നേതാക്കളുടെ, UDF നേതാക്കളുടെ നിർദ്ദേശം, സമ്മർദ്ദം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ SDP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ലത്തീഫ് ഇവിടെ മഞ്ചേശ്വരം ഉപ്പളയിലെത്തി ഏതാണ്ട് 11:30 എത്തിച്ചേർന്ന് നടത്തിയ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി തൻ്റെ പത്രിക പിൻവലിക്കുന്നു എന്ന് അദ്ദേഹം വളരെ വൈകാരികമായിട്ടായിരുന്നു ഈ കാര്യം അറിയിച്ചത്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാൻ SDP നേതൃത്വം ആവശ്യപ്പെട്ടത് വളരെ വിഷമം KM അഷ്റഫിൽ ഉണ്ടാക്കി എന്നും നമുക്ക് മനസ്സിലാക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് പാർട്ടിയാണ്, പാർട്ടി തന്നെയാണ് ഇപ്പോൾ ഇത് പിൻവലിക്കാൻ പറയുന്നത്. ആയതിനാൽ ഞാൻ എൻ്റെ എല്ലാ ഭാരവാഹിത്വം, അദ്ദേഹം ജില്ലാ ഭാരവാഹിയാണ്, SDP-യുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് KM അഷ്റഫ്, ഇനി താൻ പാർട്ടി ഭാരവാഹിത്വത്തിൽ പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉപ്പളയിൽ ഈ ചർച്ച നടന്ന വ്യാപാര ഭവനിൽ നിന്നും ഇറങ്ങിപ്പോയി അദ്ദേഹം കാറിൽ കളക്ടറേറ്റിലേക്ക് ഈ പത്രിക പിൻവലിക്കുന്നതിന് വേണ്ടി പോയത്. കേവലം 745 വോട്ടുകൾക്ക് മാത്രം വിജയിച്ച സ്ഥാനാർത്ഥിയാണ് നിലവിലെ MLA KM അഷ്റഫ്. ഇവിടെ KM അഷ്റഫ് മത്സരിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുമെന്ന് ഈ കണക്കുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഏതാണ്ട് 8000-ൽ പരം വോട്ടുകൾ ഇവിടെ SDP-ക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ഈ മണ്ഡലത്തിൽ. അതെന്തായാലും വലിയൊരു ഡേഞ്ചർ സോണിലേക്ക് UDF സ്ഥാനാർത്ഥിയെ തള്ളിവിടും എന്ന കണക്ക്. ശരി, മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ എന്തായാലും UDF-ന് വലിയ ആശ്വാസമാണ്. SDP സ്ഥാനാർത്ഥി KM അഷ്റഫ് പത്രിക പിൻവലിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനൂപ് നീലേശ്വരം. കായംകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി U പ്രതിഭയ്ക്കെതിരെ വ്യക്തിഹത്യയും ആക്ഷേപകരവുമായ പരാമർശം നടത്തിയ സംഭവത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കേസെടുക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകി. സ്ത്രീകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തൽ, തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അടിസ്ഥാനരഹിതമായ പ്രസ്താവന നടത്തൽ, തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള തെറ്റായ പ്രസ്താവന നടത്തൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുക്കാനാണ് നിർദ്ദേശം നൽകിയത്. U പ്രതിഭയ്ക്കെതിരായ വ്യക്തിഹത്യ മനോവൈകൃതമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യക്തികളുടെ അന്തസ് പാലിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
ഇതൊരു വല്ലാത്ത പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. നമ്മൾ എപ്പോഴും വ്യക്തികളുടെ അന്തസ്സ് പാലിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കാൻ ശ്രദ്ധിക്കണം. പ്രതിഭയ്ക്കെതിരായ പരാമർശത്തിലൂടെ വെളിവാകുന്നത് UDFന്റെ സംസ്കാരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. UDF നേതൃനിര എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി. UDFന്റെ നേതൃനിര എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതിന്റെ മുഖക്കണ്ണാടിയാണ് കായംകുളത്ത് അവരുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവരുടെ പ്രമുഖ നേതാവ് സ്ത്രീവിരുദ്ധ പ്രചാരവേല അപമാനകരമായ രീതിയിൽ ഏറ്റെടുത്ത് നടത്തി. ായത് ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും നടത്താൻ പാടില്ലാത്ത അതീവ ഗുരുതരമായ അധിക്ഷേപ പരാമർശമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആ പരാമർശത്തെ ആരും പിന്തുണയ്ക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. നേതാക്കൾക്കെതിരെ നടപടിയെടുത്തില്ല, ഈ വിജയരാഘവനെതിരെ നടപടിയെടുത്തില്ല. ഇനി മാധ്യമപ്രവർത്തകർ ആഷോ എന്ന് പറയുന്ന SFI നേതാവ് പരീക്ഷ എഴുതാതെ ജയിച്ചെന്ന് റിസൾട്ട് വന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത അഖില നന്ദകുമാറിനെതിരായി നടത്തിയ പരാമർശം എന്താണ്? ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെതിരായി നടത്തിയ പരാമർശങ്ങൾ എന്താണ്? സ്മൃതി പരുത്തിക്കാടിനെതിരായി നടത്തിയ പരാമർശങ്ങൾ എന്താണ്? ആലുവ എടയാർ വ്യവസായ മേഖലയിലെ കമ്പനിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. കമ്പനിയിലെ തൊഴിലാളിയായ ബീഹാർ സ്വദേശി ശത്രുഘ്നൻ ആണ് മരിച്ചത്. ബോയിലറിലുണ്ടായ തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. 6ഓളം ഫയർഫോഴ്സ് എത്തിയാണ് കമ്പനിയിലെ തീ അണച്ചത്. രാവിലെ 9:30യോടെയാണ് അപകടമുണ്ടായത്. വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന CG ലൂബ്രിക്കൻസ് എന്ന കമ്പനിയിലായിരുന്നു തീപിടുത്തം. കരിയോയിൽ സംസ്കരണം നടത്തുന്നതാണ് കമ്പനി. ഇവിടുത്തെ ബോയിലറിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ആദ്യം ശബ്ദം കേട്ടത് ബോയിലർ പൊട്ടിയതാണ്. ഇവിടെ ആൾക്കാർ പറയുന്നത് മറ്റേ ബോയിലർ ഓഫ് ചെയ്യാൻ വേണ്ടി എന്നാണെന്ന് പറഞ്ഞാൽ പൊട്ടിയപ്പോൾ, അപ്പോഴാണ് മറ്റേ പൊട്ടിയപ്പോഴാണ് ഇവനവിടെ വീണെന്നാണ് പറഞ്ഞത്. ബോയിലറിലെ തീയണക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ജീവനക്കാരൻ അപകടത്തിൽപ്പെട്ടത്. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് ജീവനക്കാരന്റെ മൃതദേഹം കണ്ടെത്തിയത്. കമ്പനിയിലെ തൊഴിലാളിയായ ബീഹാർ സ്വദേശി ശത്രുഘ്നൻ മുഖ്യയാണ് മരിച്ചത്. ഏലൂർ, ആലുവ, കടവന്ത്ര എന്നീ യൂണിറ്റുകളിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഈ ഓയിലിൽ കൂടി തീ പടർന്നായിരുന്നു. ഇവർ ശേഖരിച്ച് വെച്ച ഒരു ബാരലുകളിൽ ഓയിലുകൾ റീസൈക്കിൾ കമ്പനി ഓയിൽ ശേഖരിച്ചിട്ടുണ്ട്. ആ ശേഖരിച്ച ഓയിലിൽ തീ പിടിച്ചത് നമ്മൾ ഫയർ സർവീസ് ഫോം ഉപയോഗിച്ചാണ്. ഒരു പതയുണ്ട് ഇതിന്. ഓയിലുകൾ ഉപയോഗിക്കുന്നത് പത ഉപയോഗിച്ചാണ്, സാധാരണ വെള്ളം ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ ഒരു ഫയർ സ്റ്റേഷനിൽ ഈ ഫോമുകളുടെ അളവ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റ് ജില്ലയിലെ മറ്റ് ഫയർ സ്റ്റേഷനിലൊക്കെ വിളിച്ചിട്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ തീ പെട്ടെന്ന് കെടുത്തി. കാരണം ഇത് എല്ലായിടത്തും കമ്പനികളാണ്, നഷ്ടം വലുതാണ്. അപ്പോൾ മറ്റ് കമ്പനികളെ രക്ഷിക്കാന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുള്ളത്. അതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് തീ കെടുത്തിട്ടുണ്ട്. തീപിടുത്തത്തിൽ 6ഓളം ജീവനക്കാർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. ഇവരെ ഏലൂർ ESI ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ആന്ധ്രയിൽ ബസ്സിന് തീപിടിച്ച് 13 പേർ വെന്തു മരിച്ചു. 20 പേർക്ക് ഗുരുതര പരിക്ക്. മർക്കപുരം ജില്ലയിൽ ഇന്ന് പുലർച്ചെ 6 മണിയോടെയായിരുന്നു അപകടം. സ്വകാര്യ ബസ് ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് തീപിടുത്തമുണ്ടായത്. 8 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. നിരവധി പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. തെലങ്കാനയിലെ നിർമ്മലിൽ നിന്ന് നെല്ലൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉത്തരവിട്ടു. പാണക്കാട് സാദിഖ് അലി തങ്ങളെ അപകീർത്തിപ്പെടുത്തും വിധം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പെരിന്തൽമണ്ണ സ്വദേശിയായ കാപ്പ കേസ് പ്രതി മുഹമ്മദ് റോഷൻ. ദൃശ്യങ്ങളും ഫോട്ടോകളും കാണിച്ച് ആവശ്യപ്പെട്ടത് 15 കോടി രൂപ. ജനുവരി 31-ന് പെരിന്തൽമണ്ണയിലെ മാളിലേക്ക് സാദിഖ് അലി തങ്ങളുടെ ബന്ധുവിനെ വിളിച്ചു വരുത്തി അവ്യക്തമായ ദൃശ്യങ്ങൾ കാണിച്ചാണ് പണം ആവശ്യപ്പെട്ടത്. പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2021 ഗുരുവായൂരിൽ മുസ്ലിം ലീഗും BJPയും തമ്മിൽ ഡീൽ നടന്നുവെന്ന വെളിപ്പെടുത്തലുമായി മുൻ കോൺഗ്രസ് നേതാവ് P. യതീന്ദ്രദാസ്. ഡീൽ നടത്താൻ മുൻകൈയെടുത്തത് നിലവിലെ ലീഗ് സ്ഥാനാർത്ഥി CH റഷീദ്. BJP നേതാവ് നിവേദിതയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് UDFും ലീഗും BJPയുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണ്. പ്രവർത്തകർക്ക് നൽകാനെന്ന പേരിൽ മുസ്ലിം ലീഗിൽ നിന്നും CH റഷീദ് അന്ന് പണം കൈക്കലാക്കിയിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നും 40 ലക്ഷത്തോളം രൂപ വാങ്ങിയെടുത്താണ് റഷീദും RA അബൂബക്കർ സംഘവും പണം വിതരണം ചെയ്തതെന്നും P. യതീന്ദ്രദാസ് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെടാനുണ്ടായ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് BJPയുമായി ഉണ്ടാക്കിയ ഡീല് കാരണമാണ് പരാജയപ്പെടാനുള്ള കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇത് സത്യവുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്.
പത്തനംതിട്ടയിൽ CPM നേതാവ് മുസ്ലിം ലീഗിൽ ചേർന്നു. കോഴഞ്ചേരി മുൻ ഏരിയ കമ്മിറ്റി അംഗം, SFI പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ്, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ്, തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ച അഡ്വക്കേറ്റ് R. കൃഷ്ണകുമാറാണ് പാർട്ടി വിട്ടത്. ലീഗ് നേതാവ് ഷാഫി ചാലിയും കൃഷ്ണകുമാറിനെ ലീഗിലേക്ക് സ്വീകരിച്ചു. കൃഷ്ണകുമാറിനൊപ്പം CPM ബ്രാഞ്ച് സെക്രട്ടറി റെഞ്ചി ജോൺ, നവോത്ഥാന സമിതി നേതാവ് രാജേഷ് AC എന്നിവരും മുസ്ലിം ലീഗിൽ ചേർന്നു. പ്രശസ്ത നടനും സംവിധായകനുമായ EA രാജേന്ദ്രൻ അന്തരിച്ചു. കൊല്ലം പട്ടത്താനത്തെ വസതിയിലായിരുന്നു അന്ത്യം. നടനും MLAയുമായ M. മുകേഷിന്റെ സഹോദരി ഭർത്താവാണ്. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ജന്മനാടായ തൃശൂർ തൃത്തല്ലൂരിൽ നാളെ സംസ്കാരം നടത്തും. സംസ്ഥാനത്തെ ഏറ്റവും വലിയ മണ്ഡലങ്ങളിലൊന്നായ ആറന്മുളയിൽ ഇത്തവണ പോരാട്ടം കനക്കും. വികസന തുടർച്ച എന്ന മുദ്രാവാക്യവുമായി മന്ത്രി വീണ ജോർജ് 3-ാം അംഗത്തിനിറങ്ങുമ്പോൾ യുവത്വത്തിന്റെ കരുത്തിൽ അബിൻ വർക്കിയിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDF ലക്ഷ്യമിടുന്നു. എന്നാൽ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത നേതാവായ കുമ്മനം രാജശേഖരനെ തന്നെ കളത്തിലിറക്കി അട്ടിമറി വിജയത്തിനാണ് BJP ലക്ഷ്യമിടുന്നത്. പത്തനംതിട്ട ജില്ലയുടെ ഹൃദയഭൂമിയിൽ പോരാട്ടം കനക്കുകയാണ്. 2016 UDFിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലം 2021 16,796 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിലനിർത്തിയ വീണ ജോർജിന് ഇത് അഭിമാന പോരാട്ടമാണ്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് വീണ ജോർജ് ജനവിധി തേടുന്നത്. പത്തനംതിട്ട തന്റെ ജന്മനാടാണെന്നും നാട്ടുകാർ തന്നെ കരുതലോടെ ചേർത്തു പിടിക്കുന്നുണ്ടെന്നുമാണ് വീണയുടെ പക്ഷം. വികസന നായിക എന്ന പ്രതിച്ഛായ ജനങ്ങളിലെത്തിക്കാൻ ഇടതു ക്യാമ്പ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആറന്മുളയെ വീണ്ടും കൈപ്പിടിയിലൊതുക്കാൻ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് യുവനേതാവ് അബിൻ വർക്കിയെയാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലുണ്ടായ വിവാദങ്ങൾക്കൊടുവിലാണ് UDF സ്ഥാനാർത്ഥിയായി പാർട്ടി അബിൻ വർക്കിയുടെ പേര് പ്രഖ്യാപിച്ചത്. യുവ വോട്ടർമാരെ സ്വാധീനിക്കാനും മണ്ഡലത്തിൽ പുതിയൊരു ഊർജം കൊണ്ടുവരാനും അബിനിലൂടെ സാധിക്കുമെന്ന് UDF വിശ്വസിക്കുന്നു. ഭരണവിരുദ്ധ വികാരവും നിർമ്മാണം പൂർത്തീകരിക്കാത്ത പദ്ധതികളും മുൻനിർത്തിയാണ് UDFിന്റെ പ്രചരണം. ഇവർക്കിടയിലേക്കാണ് BJP തങ്ങളുടെ ഭീഷ്മാചാര്യൻ കുമ്മനം രാജശേഖരനെ ഇറക്കിയിരിക്കുന്നത്. ആറന്മുളയുടെ മണ്ണും മനസ്സും പമ്പാ നദിയോളം പരിശുദ്ധമായി കാത്തുസൂക്ഷിക്കാൻ മുന്നിൽ നിന്ന പോരാളി എന്ന പരിവേഷവുമായാണ് കുമ്മനം രാജശേഖരൻ ഇത്തവണ ജനവിധി തേടുന്നത്. ആറന്മുളയുടെ പ്രകൃതിയെയും പൈതൃകത്തെയും സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ ജനകീയ ഇടപെടലുകൾ ഇന്നും വോട്ടർമാരുടെ ഉള്ളിലുണ്ട്. മണ്ഡലത്തോടുള്ള ഈ ആത്മബന്ധം BJPക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ശബരിമല വിഷയവും വിശ്വാസ സംരക്ഷണവും BJP ഇവിടെ വലിയ ചർച്ചയാക്കുന്നുണ്ട്. BJP A ക്ലാസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയ മണ്ഡലത്തിൽ വിജയിക്കുക എന്നതിൽ കുറഞ്ഞൊന്നും അവർ ലക്ഷ്യം വെക്കുന്നില്ല. 3 മുന്നണികളും പ്രചരണത്തിൽ സജീവമായി കഴിഞ്ഞു. എല്ലാവർക്കും പറയാൻ രാഷ്ട്രീയ വിഷയങ്ങൾ ഏറെയുണ്ട്. പള്ളിയോടങ്ങളുടെ നാട്ടിൽ നിന്ന് ഇത്തവണ ആരാകും നിയമസഭയിലേക്ക് വഞ്ചിതൊഴിയുക എന്നത് മാത്രമാണ് പ്രവചനാതീതം. അമൃത ന്യൂസ്, പത്തനംതിട്ട. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇറ്റലിക്ക് ഇന്ന് നിർണായകം. ഇന്ന് നടക്കുന്ന വടക്കൻ അയർലൻഡുമായുള്ള മത്സരം പരാജയപ്പെട്ടാൽ ഇത്തവണയും ഇറ്റലിക്ക് ലോകകപ്പ് കാണാതെ മടങ്ങേണ്ടി വരും. 2 തവണയും ഇറ്റലി ലോകകപ്പിൽ നിന്ന് പുറത്തായിരുന്നു. രാത്രി 1:15 മത്സരം. അതേസമയം ബ്രസീൽ ഫ്രാൻസ് സൗഹൃദ പോരാട്ടവും ഇന്ന് നടക്കും. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.